ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പിൻ്റെയാണ് കേട്ടോ. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആണല്ലോ. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സൂപ്പാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു പാൻ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. ബട്ടർ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു കുറച്ച് ഇഞ്ചിയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഒരു 3-4 അല്ലി എടുത്താൽ മതി കേട്ടോ. ഇഞ്ചി ഒരു ചെറിയ പീസ് മതി. പിന്നീട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി ചെറുതായിട്ടൊരു 3-4 ചെറിയുള്ളി എടുത്തിട്ട് ഒന്ന് ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കുക. പിന്നീട് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളാണ് കേട്ടോ. നമ്മളിത് വെജിറ്റബിൾ സൂപ്പാണല്ലോ. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നു. പിന്നീട് ചേർക്കുന്നത് ബീൻസാണ് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് ചേർക്കുന്നത് ക്യാബേജാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എല്ലാം ചേർക്കേണ്ടത്. വലിയ പീസസ് ആയാൽ നമുക്ക് അതിലേക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്. പിന്നീട് ഞാൻ ചേർക്കുന്നത് സ്പ്രിംഗ് ഓനിയൻ. ഇത്രയും പച്ചക്കറികളാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വീട്ടിലുള്ള എല്ലാ പച്ചക്കറികളും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നു. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് പുളിയൊക്കെ സൂപ്പിന് ആവശ്യമുള്ളവർക്കാണ് നമ്മൾ കുറച്ച് തക്കാളി കൂടി ചേർക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മളതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വളരെയധികം നല്ലൊരു സൂപ്പാണിത്. നമ്മുടെ കർക്കിടക മാസത്തിൽ നന്നായിട്ടൊരു നമ്മളുടെ ബോഡിയൊക്കെ നന്നായി കിട്ടുന്നതിനും നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് ലഭിക്കുന്നതിനുമൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പാണ്. അതുകൊണ്ട് തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ അതിലേക്ക് പുറത്തുനിന്നുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. വെറും വെജിറ്റബിൾസും കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾ വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം, നമുക്കൊരു 2-2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ആൾക്ക് കഴിക്കാനുള്ള സൂപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഡെയിലി ഇങ്ങനൊരു സൂപ്പ് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്ന് നന്നാവാനും ഒക്കെ വളരെ നല്ലതാണിത്. 2.5 കപ്പ് വെള്ളം ചേർത്തതിൻ്റെ ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ചെറുതായിട്ടൊന്ന് നമുക്ക് വെന്ത് കിട്ടേണ്ടതുണ്ട്. നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് റെഡിയായി കിട്ടേണ്ടതുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സൂപ്പ് റെഡിയാവും കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ സാധനം കൂടി ചേർക്കാനുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കി ആഡ് ചെയ്യുന്നത്. അതിനെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുടിക്കുന്ന സൂപ്പിന് കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോൺഫ്ലവറിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അത് വേണമെങ്കിൽ മതി, തിക്നെസ് വേണമെങ്കിൽ. അല്ലാതെ മൈദയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നമ്മൾ സൂപ്പിലേക്ക് ചേർക്കരുത് കേട്ടോ. അത് നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ സൂപ്പ് കുടിക്കുന്നത്. മൈദയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് മോശമാവുകയുള്ളൂ. നമ്മൾ അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ചെറു ചൂടോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം. വളരെ ഈസിയാണ്, ഡെയിലി കഴിക്കാൻ പറ്റുന്നതാണ്. പച്ചക്കറി ഒന്ന് അരിഞ്ഞെടുക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയറുകളൊക്കെ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്